നിന്റെ മനസ്സ് ഒരിക്കലും യേശു മുറിക്കില്ല. അവിടുത്തെ മുറിവുകൾ നിന്റെ ഏതു മുറിവുകളെയും സൗഖ്യമാക്കും. സമാധാന പ്രഭുവായ ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ സമാധാനമില്ലാതെയിരുന്ന കാലങ്ങളിലുണ്ടായ സകല മുറിവുകളും തൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായി മാറും. ഒരു നാളും സുഖപ്പെടാതവണ്ണം ലോകം, ജഡം, പിശാചിനാൽ തകർന്നു മാറിയ ഹൃദയത്തിൻ്റെ സ്ഥിതി പോലും തൻ്റെ മുറിവുകൾ മാറ്റിയെടുക്കും. ക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരിശിലയിലൂടെ തുറക്കപ്പെട്ട പുതിയ വഴി മുറിവേറ്റ നിന്നിലും തുടങ്ങുകയായി. വ്രണം നിറഞ്ഞ ഹൃദയത്തിന്മേൽ ആണിപ്പഴുതുള്ള ആ കരം സ്പർശിക്കുമ്പോൾ ആർക്കും ഒരു നാളും കാണാതവണ്ണം ആ ഉൾമുറിവുകൾ എന്നേക്കുമായി അപ്രത്യക്ഷമാകും. അതേ, യേശുവിൻ്റെ മുറിവുകൾ താങ്കളുടെ സകല മുറിവുകളെയും സൗഖ്യമാക്കും. എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്നുവോ? തീർച്ചയായും നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു ശബ്ദമില്ല, അംഗീകാരത്തിൻ്റെ ഒരു നോട്ടമില്ല, സ്നേഹത്തിൻ്റെ ഒരു സ്പർശനമില്ല, കരുതലിൻ്റെ തലോടലില്ല, പ്രോത്സാഹനത്തിന് അവസരങ്ങളില്ല. ചൂഷണ കണ്ണുകൾക്ക് വിധേയപ്പെടാഞ്ഞതിൻ്റെ പക നിറഞ്ഞ അവഗണനകൾ ശുഭഭാവിയുടെ തിരുനാളത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ, കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ്, എന്നെ ആർക്കും വേണ്ട, പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? മുൾമുടിയിലെ രക്തം കണ്ണീരിൽ അലിഞ്ഞ് കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയ ആ സ്നേഹസാഗരമാകുന്ന യേശു നിന്നോട് പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ മഹത്തായ വാഗ്ദത്തം താങ്കൾക്കുമുള്ളതാണ്. അവഗണിക്കപ്പെട്ട താങ്കളെ യേശുവിന് ആവശ്യമുണ്ട്. ക്രൂശിൽ തൂങ്ങി രക്ഷ നൽകി നിത്യജീവൻ ദാനം ചെയ്ത കർത്തനെ നീ മറന്നിടല്ലേ ജീവിതപാതേ. യേശു ഒരിക്കലും നിന്നെ വഴിമധ്യേ ഉപേക്ഷിക്കില്ല. ഈ ലോകത്തിൻ്റെ വഴികാട്ടുകളുടെ കണ്ണുമങ്ങ, കാലുകുഴയാം. എന്നാൽ നിന്റെ പരിപാലകൻ ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമാണ്. അവൻ കൂരിരുൾ താഴ്വരയിൽ കൂടെയിരിക്കുന്നവൻ, അനർത്ഥൻ വ്യസന കാരണമായി തീരാതവണ്ണം കാക്കുന്നവൻ, കൂരിരുട്ടിലും കൊടുങ്കാറ്റിലും കൂടെയിരിക്കുന്നവൻ, ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുന്നവൻ, വെള്ളത്തിലും തീയിലും കൂടി കടക്കുമ്പോൾ മുങ്ങാതെയും വെന്തുപോകാതെയും സൂക്ഷിക്കുന്നവൻ, ആശയറ്റതിൽ അത്ഭുതം ചെയ്യുന്നവൻ, ആരോരും അറിയാത്തവരെ ആയിരങ്ങളുടെ നടുവിൽ നിർത്തുന്നവൻ, അവഗണനകളുടെ ആധിക്യം അകത്തെ മനുഷ്യൻ ആഘാതമുണ്ടാക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഉരുവിടേണ്ട വാക്ക്, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. പൗലോസ് പറയുന്നു, എല്ലാവരും എന്നെ കൈവിട്ടു, എന്നാൽ കർത്താവോ എനിക്ക് തുണനിന്നു. അതുകൊണ്ട് അവൻ ഉറക്കെ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നാശപുരിയിൽ നിന്ന് മോക്ഷപുരിയിലേക്ക് പോകുവാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിറക്കിയ യേശു ഒരിക്കലും നിന്നെ വഴിമധ്യേ ഉപേക്ഷിക്കില്ല.